ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാട്ടോ. ഇതിലോട്ട് നമുക്ക് ആകെ 2 ഇൻഗ്രീഡിയൻസും അതേപോലെ തന്നെ കുറച്ച് സ്പൈസസും മാത്രമേ ആവശ്യമുള്ളൂ. ഇതിലോട്ട് നമുക്ക് ജിഞ്ചർ, അതുപോലെ ഗാർലിക് അല്ലെങ്കിൽ ഗ്രീൻ ചില്ലി ഇതൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പം നേരെ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പം നമുക്ക് ഇതിലോട്ട് വേണ്ടത് 7 വലിയുള്ളി വേണം, പിന്നെ 2 ടൊമാറ്റോ വേണം കേട്ടോ. അപ്പം ഞാൻ വലിയുള്ളി ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്, എന്നിട്ട് പിന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയിൽ എൻ്റെ കൈയൊന്ന് മുറിഞ്ഞ്, അപ്പം ഞാൻ 2 ടൊമാറ്റോ കട്ട് ചെയ്തിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമുക്കൊരു മസാലക്കൂട്ട് ആവശ്യമുണ്ട്. അതിന് നമുക്ക് 4 ഇഞ്ച് വലിപ്പത്തിൽ വലിയ പട്ട വേണം, പിന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ഗ്രാമ്പു, പിന്നെ ഒരു 8 ഏലക്ക, പിന്നെ 2 ടേബിൾ സ്പൂണോളം കുരുമുളക്, പിന്നെ കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ, എനിക്ക് കുറവെന്ന് തോന്നിയപ്പോൾ. ഇനി നമ്മൾ ഈ എല്ലാ സ്പൈസസും കൂടി നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിൽ തരിയൊന്നും പാടില്ല, തരിയൊന്നും ഇല്ലാതെ വേണം നമ്മൾ നല്ലതുപോലെ പൊടിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടി ഇടുന്നു പറഞ്ഞില്ലേ, അതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതെല്ലാം ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കും കേട്ടോ. ഇപ്പോൾ ദേ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, ഞാൻ ഇതെല്ലാം കൂടി എടുത്തിട്ട് അതിലോട്ട് ഇട്ടിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല, എൻ്റെ മിക്സിയുടെ ജാറിന് കുറച്ച് മൂർച്ച കുറവാണ്, അപ്പം ഞാനിത് പൊടിച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ പെപ്പറൊക്കെ കുറച്ച് മണി പോകുന്നുണ്ട്. അപ്പം ഞാൻ ഈ കറി ഉണ്ടാക്കുമ്പോൾ പിന്നീട് വീണ്ടും 2 ടീസ്പൂണോളം പെപ്പർ പൗഡർ ഇടുന്നുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ കണക്കിലാണ് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഞാൻ ആ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇപ്പം ദേ ഞാൻ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായി, ഞാൻ അത് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലപോലെ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അരിച്ചെടുക്കുമ്പോൾ കുറച്ച് പെപ്പറിൻ്റെയും അതുപോലെ തന്നെ ഏലക്കായുടെ തോല് പോകുന്നുണ്ട്, അത് വലിയ കുഴപ്പമില്ല. പക്ഷെ പെപ്പറിൻ്റെ പോയാൽ നമുക്ക് ഈ കറിക്ക് വേറെ നമ്മൾ ഗ്രീൻ ചില്ലി ഒന്നും യൂസ് ചെയ്യണില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ച് പെപ്പർ പൗഡർ ഇത് ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇത് പാനിൽ ഞാൻ 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കണ്ട ചെറിയ ചെറിയ ബബിൾസ് വരുന്നത്, ഈ സമയത്ത് നമ്മൾ മസാലപ്പൊടി ഇട്ട് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ, ഓയിൽ നല്ലപോലെ ചൂടാവണ്ട കേട്ടോ. ഒന്ന് ചെറുതായി ചൂടായി ഇപ്പം ഇങ്ങനെ ബബിളായിട്ട് വരില്ലേ, അപ്പം നമ്മൾ ഈ മസാല ഇട്ട് കൊടുക്കും. മസാല ഇടുമ്പോൾ ഈ കണ്ട ഈ പതഞ്ഞ് വരുന്ന ഈ സമയത്ത് നമ്മൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഫ്ലെയിം കുറച്ചിട്ട് വേണം കേട്ടോ എപ്പോഴും ചെയ്യാൻ. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളൊന്ന് കൂട്ടി വെക്കും, എന്നിട്ട് ആ വെള്ളം ഒന്ന് തിളക്കില്ലേ, അപ്പം നമ്മൾ കുറച്ച് വെക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുള്ളത് 250 ml കപ്പിൽ 1 കപ്പും പിന്നെ ഒരു അരക്കപ്പും കൂടി വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുപോലെ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഈ മസാല നമ്മൾ ഇതിലോട്ട് കുറുക്കിയെടുക്കാനായിട്ട്. അപ്പം നമ്മൾ ഈ കറിയുടെ ഒരു മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഭാഗം ഈ മസാല ഉണ്ടാക്കുന്നതാട്ടോ. അപ്പോൾ അതേ ഞാൻ ഫ്ലെയിം കുറച്ച് വെള്ളം ഇട്ടപ്പോൾ തിളച്ച് വന്നപ്പോൾ പിന്നെ ഫ്ലെയിം കുറച്ചിട്ടപ്പോൾ കണ്ട എണ്ണ തെളിഞ്ഞ് വരുന്നത്. ഈ സമയത്ത് നമ്മൾ ഗ്ലാസ്സിൽ നിന്ന് കുറച്ചും കൂടി വെള്ളത്തിലോട്ട് നമ്മൾ പിന്നീടും വീണ്ടും ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ കുറുകി വരില്ലേ, ഈ കുറുകി വരുന്നതാണ് കേട്ടോ അതിൻ്റെ കണക്ക്, നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ. ഇപ്പോൾ അതേ എണ്ണൊക്കെ തെളിഞ്ഞ് കുറുകി വരുന്നുണ്ട്. അപ്പം ഞാനിനി ഇതിലോട്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് ഞാൻ പറഞ്ഞില്ലേ കുറുക്കിയെടുക്കണമെന്ന്. അപ്പോൾ നമ്മൾ ഈ മസാല ഇട്ട് കൊടുത്തതിൻ്റെ 3 ഇരട്ടി മസാല ആയിട്ടുണ്ടാവും. നമ്മളിതിങ്ങനെ ആ ഫുള്ള് വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് കുറുക്കിയെടുക്കുമ്പോൾ ഈ മസാല അതിൻ്റെ 3 ഇരട്ടിയാവും. അതാണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഈ കറിയുടെ പ്രത്യേകതയും സ്റ്റെപ്പ് നമ്മളല്ലെങ്കിൽ നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഉള്ളി വഴറ്റുന്നതിൻ്റെ കൂടെ എല്ലാ മസാലകളും ഇട്ട് കൊടുക്കുക, അങ്ങനെയല്ലേ ചെയ്യുക. പക്ഷെ ഈ ചിക്കൻ കറിക്ക് അങ്ങനെയല്ല, നമ്മൾ ആദ്യം തന്നെ ഈ മസാല നല്ലതുപോലെ കുറുക്കിയെടുക്കണം. അതാണ് ഈ കറിയുടെ ടേസ്റ്റും ഈ കറിയുടെ പ്രത്യേകതയും. നമ്മൾ വേറെ ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ വലിയുള്ളിയും തക്കാളിയും അല്ലാതെ പിന്നെ കുറച്ചിട്ട് കൊടുക്കുന്ന ഗരം മസാലയാണ്, വേറെ ഒന്നും നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നില്ല കേട്ടോ. ഇപ്പം അതേ കുറുകി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് ഞാൻ ഇതിങ്ങനെ പതഞ്ഞിങ്ങനെ കുറുകി നിൽക്കും, അപ്പോഴാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൊന്ന് കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ.
പിന്നെ ഈ ഒരു ചിക്കൻ കറി ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ. അതിപ്പോൾ ഞാൻ എൻ്റേതായൊരു രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതുവരെ ഒരു യൂട്യൂബിലും ഇങ്ങനെ ഒരു ചിക്കൻ കറി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ നിങ്ങളിത് വീഡിയോ പിന്നെ ഈ ഭാഗം കുറച്ചിങ്ങനെ വീണ്ടും വീണ്ടും ഞാൻ പറയണതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ കണക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ട്ടോ ഞാൻ ഈ മസാല കുറുകുന്ന പാട്ട് ശരിക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾ ആദ്യം തന്നെ മൊത്തത്തിലായിട്ട് ഫുള്ള് വെള്ളം ഒഴിച്ചിട്ട് ചെയ്യരുത് ട്ടോ. ഇത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് തന്നെ ചെയ്യണം. എന്നാലാണ് ഇങ്ങനെ മസാല നമുക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ആദ്യം തന്നെ മൊത്തം വെള്ളം ആ മസാലയിലങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് കുറുക്കാൻ നിന്നാൽ കുറുകി കിട്ടില്ല ട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റെപ്പ് കുറച്ച് ലെങ്തി ആയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത് കാണിക്കുന്നത് ട്ടോ. ഇപ്പോൾ ഇതിലോട്ട് ഞാൻ ഫുള്ള് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ട്ടോ. ഇപ്പോൾ ഈ മസാലയിലേക്ക് ആവശ്യമുള്ള നമ്മുടെ ഉള്ളിലേക്കും കൂടി ആവശ്യമുള്ളത്ര ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കുറുക്കി എടുക്കുന്നുണ്ട് ട്ടോ. ഞാൻ ഈ ഭാഗം കൂടുതലായിട്ട് പറയാൻ കാരണം, കൂടുതലായിട്ട് കാണിക്കാനും കാരണം, നിങ്ങളിത് സ്കിപ്പ് ചെയ്യേണ്ട. വീഡിയോ നിങ്ങൾക്കിത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഭാഗങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ട്ടോ. സ്കിപ്പ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങളുടെ കറിയും ശരിയാവില്ല ട്ടോ. അതാണ് ഞാൻ തന്നെ ഈ വീഡിയോ എനിക്ക് പറയുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് കുറച്ച് ലെങ്തി ആവുന്നുണ്ട് ആ ഭാഗത്ത്. പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഈ കറി ഉണ്ടാക്കിയാൽ തീരെ ശരിയാവില്ല ട്ടോ. ഇപ്പം ദേ നമ്മളുടെ മസാല ഏകദേശം കുറുകി വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇത്ര മസാലയാണ് അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെയൊക്കെ നമ്മൾ എത്രയോ കുറവിട്ട് ഇപ്പോൾ ആ മസാല കുറുകി വരുമ്പോൾ കണ്ട എത്ര കൂടുതലായിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ ഇത് പതഞ്ഞ് കുറുകി വരുന്ന കണ്ട, ഇതാണ് ഈ എണ്ണ തെളിഞ്ഞ് പതഞ്ഞ് കുറുകി വരുന്നതാണ് ഈ മസാല കുറുക്കായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു നമുക്ക് മനസ്സിലാവുന്നത് ട്ടോ. അപ്പോൾ അതേ ഞാൻ നല്ലതുപോലെ കൈവിടാതെ തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കൈവിടാതെ തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം ട്ടോ. അവിടെ വെച്ചിട്ട് വേറെ പണിക്കൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മസാല അടുക്കി പിടിച്ചാൽ ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല ട്ടോ. ഇപ്പോൾ ദേ നമ്മുടെ മസാല നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിലോട്ട് ഞാൻ നമ്മുടെ വലിയുള്ളി 7 എണ്ണം കട്ട് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ട്ടോ. ഇനി ഇത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചിട്ടിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിയൊന്ന് വാട്ടിയെടുക്കില്ലേ, ആ ഒരു പരുവം നല്ലതുപോലെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയിട്ടൊന്ന് ഉള്ളി ഇങ്ങനെ വാടിക്കിടക്കില്ലേ, ആ ഒരു പരുവം ആവണം. എന്നിട്ടാണ് നമ്മൾ പിന്നെ അതിൽ നമ്മുടെ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഈ അടച്ച് വെച്ചിട്ട് നമ്മൾ ആ എയർ പോണ ഹോളൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്ന എങ്ങനെയുള്ള ബൗളാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് എയർ പോവാണ്ട് ശ്രദ്ധിച്ചാൽ മതി ട്ടോ. ഇപ്പോൾ ദേ ഉള്ളി കുറച്ച് വാടി ഞാനൊന്ന് ഇടയ്ക്കെടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മൂടി വെച്ചിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കണം ട്ടോ. അത് നല്ലപോലെ ഉടഞ്ഞ് നല്ല ഉള്ളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞ് വരണം. അതാണിത്. ഇപ്പോൾ കണ്ടില്ലേ, ഉള്ളി നല്ലതുപോലെ ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ തക്കാളി 2 എണ്ണം കട്ട് ചെയ്തിട്ടില്ലേ, അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വീണ്ടും വേവിക്കണം. തക്കാളി അതിൽ കിടന്ന് ഉടഞ്ഞിട്ട് അലിഞ്ഞ് വരണം. അതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ചിട്ട് നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ അത് തുറന്നിട്ട് അതിൽ ഞാൻ പറഞ്ഞില്ലേ 2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ലേ പെപ്പർ പൗഡർ ഞാൻ പിന്നീട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഫുള്ളായിട്ട് നേരത്തെ മസാല എടുക്കുന്നുണ്ടെങ്കിൽ പെപ്പർ പൗഡർ ഇനി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ അതേ ഞാൻ കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. കാരണം ടൊമാറ്റോ ശരിക്ക് ഉടഞ്ഞിട്ടില്ല ഫുള്ളായിട്ട്. അപ്പം ഞാൻ വീണ്ടും അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഈ തക്കാളി നല്ലതുപോലെ ഉടഞ്ഞു വരണം. അതാണ് ഇനി നോക്കേണ്ട പാകം കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ തക്കാളിക്ക് കുറച്ച് ഉറപ്പുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ അതേ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് ഞാൻ എടുക്കുന്നത് 1 കിലോ 300 ഗ്രാം ചിക്കൻ ആട്ടോ. അപ്പം നിങ്ങൾ ഇതിനെക്കാട്ടി കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് ഡബിൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ശരിക്ക് കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇനി നമ്മൾ ഇതിലോട്ട് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിലോട്ട് 1 ഗ്ലാസ് ഞാൻ നേരത്തെ എടുത്തില്ല, അപ്പോൾ 250 ml വെള്ളം ഉണ്ടാവും. അതിനെക്കാട്ടി കൂടുതൽ ഒരു 1/2 കപ്പും കൂടി ഉണ്ടാവും കേട്ടോ. 250 ml പിന്നെ ഒരു 1/2 കപ്പും കൂടി വെള്ളം ഉണ്ടാവും.
അതും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ടൊരു 3-4 മിനിറ്റ്. അപ്പോൾ കയ്യിലുള്ള വെള്ളം കുറച്ചിറങ്ങൂലേ. ഇനിയിപ്പോൾ ഈ ടൈമിൽ ഞാൻ പറഞ്ഞില്ലേ 250 ml ഒരു കപ്പും പിന്നെ ഒരു 1/2 കപ്പും കൂടിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ വീണ്ടും വേവിക്കണം. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒന്ന് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഇതിനിടയിലൊന്ന് നമ്മൾ 4-5 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ദേ നമ്മുടെ കറി റെഡിയായി. ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കറി കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് ഗീ റൈസിൻ്റെ കൂടെ, പത്തിരിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, ഏതിൻ്റെ കൂടെ നമുക്ക് നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നല്ല സൂപ്പർ കറിയാണ്. നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ.